നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് AD ബെന്നി. മലയാള സിനിമാ ഹാസ്യത്തിന് പുതിയ ദിശ നൽകിയ വ്യക്തിയായിരുന്നു അടൂർ ബാസി. ഒട്ടും അതിശയോക്തിപരമായിട്ടല്ല ഇത് പറയുന്നത്, തികഞ്ഞ യാഥാർത്ഥ്യം മാത്രമാണത്. ഏത് വേഷവും അനായാസമായി അവതരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിന് മികവ്, എല്ലാ ഭാവവും മിന്നിമറയുന്ന നടന വിശേഷം, സവിശേഷതകൾ ഒട്ടേറെയാണ്. അടൂർ ബാസിയായി തന്നെ നിലകൊള്ളുന്നു. നായകനോട് അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം നിർവഹിക്കുകയുണ്ടായത്. പക്ഷേ ആ കാലഘട്ടത്തിൽ നായകനേക്കാൾ മേലെ ആ സെറ്റിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വ്യക്തി അടൂർ ബാസിയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലാണ് അദ്ദേഹം നിറഞ്ഞാടിയത് എന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ചലച്ചിത്ര ലോകത്തെ സംബന്ധിച്ച് അന്ന് അദ്ദേഹം അവിഭാജ്യ ഘടകമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഒട്ടേറെ മികവ് പുലർത്തുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. കേവലം ചലച്ചിത്ര നടൻ എന്ന രീതിയിലല്ല അദ്ദേഹം നിലകൊണ്ടിരുന്നത്. അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു, ഗായകനായിരുന്നു, സംവിധായകനായിരുന്നു. അങ്ങനെ നിരവധി തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ച് മുന്നേറി എന്നാണ് യാഥാർത്ഥ്യം. ആ കാലഘട്ടത്തിൽ ആംഗലേയ ഭാഷയിൽ വളരെ പ്രാവീണ്യത്തോടുകൂടി പ്രസംഗിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ ഹാസ്യ കഥാപാത്രങ്ങളിൽ ഒതുക്കി നിർത്തിയെങ്കിൽ പോലും അദ്ദേഹത്തിന് ലഭിച്ച അവസരം, നായകനായി നിറഞ്ഞാടുവാൻ ലഭിച്ച അവസരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞാടുകയും സംസ്ഥാനത്തെ മികച്ച നടനുള്ള പുരസ്കാരം 2 തവണ നേടുകയും ചെയ്യുകയുണ്ടായി എന്ന യാഥാർത്ഥ്യവും നമ്മൾ മറന്നു പോകരുത് എന്നാണ് യാഥാർത്ഥ്യം. ബഹദൂറുമായി ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ സഖ്യം അത് യഥാർത്ഥത്തിലൊരു ബാസി ബഹദൂർ സംസ്കാരമായിരുന്നു ആ കാലത്തിലുണ്ടായിരുന്നത്. അതിനോട് SP പിള്ള കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു കലാശക്കൊട്ട്, അത് അന്ന് മലയാള സിനിമാ പ്രേമികളെയൊക്കെ തന്നെ ഹഠാത് ആകർഷിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. കാർട്ടൂൺ പരമ്പര, അദ്ദേഹത്തിൻ്റെ ബാസിയെയും ബഹദൂറിനെ പറ്റിയുള്ള കാർട്ടൂൺ പരമ്പര വലിയ ഹിറ്റായിരുന്നു എന്നത് കൂടി ഇതിനോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട്. തൻ്റെ ജീവിതയാനം മുഴുവൻ ചലച്ചിത്ര ലോകത്തിനു വേണ്ടിയും സമാനതകളില്ലാത്ത പ്രവർത്തനത്തിനു വേണ്ടി പടപൊരുതിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം എന്ന് പറയേണ്ടതുണ്ട്. 1953 ആദ്യ സിനിമ തിരമാലയായിരുന്നു. അതിൽ ഒട്ടും പ്രധാനമല്ലാത്ത വേഷമായിരുന്നു അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ചിത്രം 1965 ഇറങ്ങിയ ചന്ദ്രതാരയുടെ മുടിയനായ പുത്രൻ എന്ന് പറയുന്ന ചലച്ചിത്രം. ആ മുടിയനായ പുത്രൻ എന്ന ചലച്ചിത്രത്തിൽ അദ്ദേഹം നിറഞ്ഞാട്ടം, അദ്ദേഹത്തിൻ്റെ മികവ്, അത് പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണത്തിൽ വലിയ രീതിയിൽ പങ്കുവഹിച്ചു എന്നാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ വിരുദ്ധൻ ശംഖുവിലെ ഹാസ്യ കഥാപാത്രം, ആ ഹാസ്യ കഥാപാത്രമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ മലയാള ചലച്ചിത്രത്തിലെ ഹാസ്യത്തിൻ്റെ മുടിചൂടാമന്നായി മാറ്റിയത് എന്നത് കൂടി ഇതിനോട് പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് എന്നത് തന്നെ ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടൂർ ബാസി ഇല്ലെങ്കിൽ സിനിമയില്ല എന്ന തലത്തിലേക്ക് അതിനെ വളർത്തിയെടുക്കാൻ അതിന് കഴിഞ്ഞു എന്നത് കൂടി ഇവിടെ ചേർത്ത് വെച്ച് പറയേണ്ടതുണ്ട്. 60-70 കാലഘട്ടത്തിൽ ബാസിയുടെ വേഷമില്ലാത്ത സിനിമകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനേ കഴിയാത്ത അവസ്ഥയായിരുന്നു. പ്രേംനസീർ അടൂർ ബാസി എന്ന് പറയുന്ന ആ ജോഡി ചലച്ചിത്ര ലോകത്തെ ഒരു വിജയ ഫോർമുലയായിരുന്നു എന്ന് തന്നെ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട്. 700-ലധികം ചിത്രങ്ങളിലാണ് അടൂർ ബാസി അഭിനയിച്ച് തകർത്തത് എന്നതും ഇതിനോടൊപ്പം പറയേണ്ട ഒരു സംഗതിയാണ്. 1927 മാർച്ച് 1 അദ്ദേഹത്തിൻ്റെ ജനനം. കുംഭമാസത്തിലെ ഔട്ട നക്ഷത്രത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത്. ഹാസ്യ സാഹിത്യകാരൻ EV കൃഷ്ണപിള്ളയുടെയും അതുപോലെ തന്നെ K മഹേശ്വരി അമ്മയുടെയും 7 മക്കളിൽ 4-മനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അതിൽ K മഹേശ്വരി അമ്മയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട്. CV രാമൻപിള്ളയുടെ മകളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഒരു തലക്കനമുള്ള ഒരു കുടുംബമായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയും. K ഭാസ്കരൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേർ. പിന്നീടാണ് അദ്ദേഹം ബാസിയാവുന്നതും ബാസി അണ്ണനാവുന്നതും മലയാള സിനിമയിൽ നിറഞ്ഞാടുന്നതും. തിരുവനന്തപുരം വഴുതക്കാട്ട് റോസ്കോട്ട് ബംഗ്ലാവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഇതിനെ സംബന്ധിച്ചൊരു ചെറിയ സംശയമുണ്ട്. ചിലർ പറയുന്നുണ്ട് അടൂർ
പെരിങ്ങനാട് ചെറുതെങ്കിലഴികത്ത് തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത് എന്നൊരു അഭിപ്രായം നിലവിലുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു 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 കണക്കെടുപ്പ് നടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. 7 സഹോദരന്മാരായിരുന്നു അവർ എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ചലച്ചിത്രനടനായ ചന്ദ്രാജി രാമേന്ദ്രൻ നായർ, ഓമനയമ്മ, രാജലക്ഷ്മി അമ്മ, പ്രശസ്ത മാധ്യമപ്രവർത്തകനും മലയാള മനോരമയുടെ പത്രാധിപരുമായിരുന്ന പത്മനാഭൻ നായർ, ശങ്കരൻ നായർ, കൃഷ്ണൻ നായർ, ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിരുന്നു. ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരായിരുന്നു. ചന്ദ്രാജിയെക്കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഹിന്ദി സിനിമാ ലോകത്ത് വളരെ സജീവമായിരുന്നു. അവസാനം ചിത്രം എന്ന ചലച്ചിത്രത്തിലൂടെ നമ്മയൊക്കെ അമ്പരപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ചന്ദ്രാജി എന്നത് കൂടി ഇതിനോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. പിതാവ് EV കൃഷ്ണപിള്ള 44 വയസ്സിൽ മരിക്കുകയുണ്ടായി. ആ മരണം തികച്ചും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു. അതോടെ അവരെ താമസം അടൂരിലേക്ക് മാറ്റുകയുണ്ടായി. അടൂരിൽ മാറിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നെ അവിടെയായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. പിന്നീട് അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് പഠിക്കുവാനാണ് തിരുവനന്തപുരത്ത്. അതുവരെ അദ്ദേഹം അടൂരിലായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് റേസ്കോട്ട് ബംഗ്ലാവിലെ താമസത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് മിഷണറി സ്കൂൾ വടക്കേ കൊട്ടാരത്തിൽ അദ്ദേഹം പഠനം നടത്തുകയുണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് അദ്ദേഹം അടൂരിലേക്ക് മാറുകയുണ്ടായത്. ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ അടൂരിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പഠനം നടത്തുകയുണ്ടായത്. അതിനുശേഷം അദ്ദേഹം ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പഠിക്കാൻ പോകുന്ന ഒരു ചരിത്രം അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ അദ്ദേഹം ഡിപ്ലോമ എടുക്കുകയുണ്ടായി. ആ ഡിപ്ലോമ എടുക്കുകയുണ്ടായി ടെക്സ്റ്റൈൽ കെമിസ്ട്രിയിലായിരുന്നു അദ്ദേഹം ഈ പറയുന്ന ഡിപ്ലോമ സമ്പാദിക്കേണ്ടത്. പക്ഷേ ഈ പറയുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായി വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിൽ അദ്ദേഹം കോയമ്പത്തൂർ അദ്ദേഹം ഇൻറ്റേൺഷിപ്പിന് ചേരുകയുണ്ടായി. പക്ഷേ ആ ഇൻറ്റേൺഷിപ്പിന് ചേർന്ന് അദ്ദേഹത്തിന് അവിടെ പൂർത്തിയാക്കുവാൻ പോലും കഴിയാതെ അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുകയുണ്ടായത്. തിരുവനന്തപുരത്ത് വന്നുകൊണ്ട് ലക്ഷ്മി ടെക്സ്റ്റൈൽസ് ഫാക്ടറിയിൽ അദ്ദേഹം ജോലി ചെയ്യുകയുണ്ടായി എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് കോയമ്പത്തൂരിലെ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കുവാൻ പോലും കഴിയുന്നുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവരവ് ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ കൂടുതൽ ഈ നാടക ലോകത്തേക്കും അതുപോലെ തന്നെ ചലച്ചിത്ര ലോകത്തേക്കൊക്കെ കൂടുതൽ അടുപ്പിച്ചത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം തിരുവനന്തപുരം ആകാശവാണിയിൽ അദ്ദേഹം ഉദ്യോഗത്തിലിരുന്നു. അതിനുശേഷം പ്രശസ്ത സാഹിത്യകാരനായിരുന്ന TN ഗോപിനാഥൻ നായരെ പരിചയപ്പെടുകയാണ്. ഒരുപക്ഷെ ഗോപിനാഥൻ നായർ പരിചയപ്പെട്ടതൊക്കെ തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ വിപുലമായിട്ടുള്ള സുഹൃത്ത് സമ്പാദ്യങ്ങൾക്കും അതുപോലെ തന്നെ വിപുലമായ രീതിയിലുള്ള ഗുരുക്കളെ ലഭിക്കുന്നതിനുമൊക്കെ അത് സഹായകരമായി എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം കാണേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം സഖി എന്ന വാരികയിൽ അദ്ദേഹം സഹപത്രാധിപരായി നിയമിതനാകുന്നു. അക്കാലത്ത് തിരുവനന്തപുരത്തെ പ്രശസ്ത അമേച്ചർ നാടക സംഘടനയായ കലാവേദിയിൽ അദ്ദേഹത്തിന് അഭിനയിക്കുവാനായിട്ടുള്ള അവസരം ലഭിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ പറ്റി പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മികവ് എന്തുകൊണ്ട് വളർന്നു വന്നു എന്നത് നമുക്ക് വ്യക്തമാക്കുവാൻ കഴിയുന്നത്. TR സുകുമാരൻ നായർ, TN ഗോപിനാഥൻ നായർ, ജഗതി NK ആചാരി, നാഗവള്ളി RS കുറുപ്പ്, PK വിക്രമൻ നായർ, തിക്കുറി സുകുമാരൻ നായർ, ആറന്മുള പൊന്നമ്മ എന്നിവരോടൊപ്പമുള്ള ഈ സഹവാസം അദ്ദേഹത്തെ തികഞ്ഞ ഒരു നടനാക്കി മാറ്റി പരിണമിപ്പിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. നാടകത്തിലായാലും ചലച്ചിത്രത്തിലായാലും അദ്ദേഹത്തിൻ്റെ ആ വേഷങ്ങൾ, അദ്ദേഹം തൻ്റെ കയ്യിൽ കിട്ടിയ വേഷങ്ങളെ അതിമനോഹരമാക്കി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി ഇതിനോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ നമ്മൾ നേരത്തെ കാണുകയുണ്ടായി. തിരമാല എന്ന ചലച്ചിത്രത്തിലൂടെ തുടങ്ങുന്നു. പിന്നീട് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയായി അങ്ങോട്ട് പതഞ്ഞു പൊന്തുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണുകയുണ്ടായത്. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളൊന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും. 1979 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന ചലച്ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിനാണ് അപ്രകാരം പുരസ്കാരം ലഭിക്കുകയുണ്ടായത്. 1970 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ചട്ടക്കാരി എന്ന ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി. 1954 മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ഒരു പുരസ്കാരമാണ് അത് ലഭിക്കുകയുണ്ടായത്. ഏപ്രിൽ 18 എന്ന ചലച്ചിത്രത്തിലാണ് ആ രണ്ടാമത്തെ മികച്ചാണുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് രാഗം എന്ന ചലച്ചിത്രത്തിൽ അഭിനയത്തിന് ഫിലിം ഫെയർ പുരസ്കാരം അവാർഡ് അദ്ദേഹം ലഭിക്കുകയുണ്ടായി. ഒരുപക്ഷെ അടൂർ ബാസി എന്ന് പറയുന്ന ആ ഹാസ്യ സാമ്രാട്ടിന്
സംസ്ഥാനത്തെ മികച്ച ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. അദ്ദേഹം ഹാസ്യ നടനായി ഒതുങ്ങി ജീവിക്കേണ്ട ഒരു കലാകാരനായിരുന്നില്ല. പക്ഷേ മലയാളിയെ രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള മികവ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒന്നുകൂടി ഉരച്ച് മികവുറ്റതാക്കി നമുക്ക് സമർപ്പിക്കുക എന്ന കർമ്മപതിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പലപ്പോഴും ഈ ഹാസ്യ നടന്മാരെ പലപ്പോഴും നമ്മൾ ചെറുതായി കാണുന്ന ഒരു രീതിയുണ്ട്. അവരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അവരുടെ കഴിവുകളെക്കുറിച്ചൊന്നും നമുക്ക് അത്ര വലിയ ധാരണയുണ്ടാവില്ല. പക്ഷേ അടൂർ ബാസി തികച്ചും വ്യത്യസ്തനാണ് എന്നത് കൂടി മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ അഭിനയിക്കുന്ന ആളുകളെ താരതമ്യപ്പെടുത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രതിഭയുള്ള ഒരു വ്യക്തി അദ്ദേഹമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിശയോക്തി ഇല്ല എന്നത് തന്നെ നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്ത് വിജയമാക്കുക എന്ന് പറയുമ്പോൾ അതത്ര നിസ്സാര കാര്യമായി നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആ ചലച്ചിത്രങ്ങൾ നമ്മൾ പരിശോധിക്കാം. 1977 രഘുവംശം എന്ന് പറഞ്ഞ ചലച്ചിത്രം, അതുപോലെ തന്നെ 1977 അച്ചാരം മമ്മണി ഓശാരം മോഹൻ എന്ന് പറയുന്ന ചലച്ചിത്രം, അതുപോലെ തന്നെ 1977 ആദ്യ പാഠം എന്ന് പറയുന്ന ചലച്ചിത്രം. ഈ ചലച്ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തതാണ്. ഇതിൽ ആദ്യ പാഠത്തിൽ നായകനായിട്ടെത്തുന്നത് കമലഹാസനാണ്. കമലഹാസനെ കണ്ടെത്തുവാനും ആ കമലഹാസനെ കണ്ടെത്തി, കമലഹാസൻ മുന്നേ ചലച്ചിത്രങ്ങളുണ്ട്, പക്ഷേ കമലഹാസന് ഒരു മികച്ച ഒരു അഭിനയ പരിസരം നൽകുന്ന കാര്യത്തിൽ അടൂർ ബാസിക്ക് കൃത്യമായ കണക്കൂടലുകൾ ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ കമലഹാസനല്ല അന്നത്തെ കമലഹാസൻ, അതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അന്ന് കമലഹാസനെ കണ്ടെത്തുവാനും അപ്രകാരം ഒരു നായകവേഷം നൽകി അനുഗ്രഹിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായൊരു സംഗതിയാണ്. തന്നെയുമല്ല, അദ്ദേഹം നേരത്തെ നമ്മൾ കാണുന്ന നാടകനായിരുന്നു, ചലച്ചിത്രനായിരുന്നു, സംവിധായകനായിരുന്നു, അദ്ദേഹം മികച്ച ഗായകൻ കൂടിയായിരുന്നു എന്നത് കൂടി പറയേണ്ടത്. ഒരു കാലഘട്ടത്തിൽ വലിയ ഹിറ്റ് ഗാനങ്ങളിലൂടെ മലയാളിയെ ആഹ്ലാദിപ്പിച്ച ഒരു ഗായകൻ കൂടിയായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായൊരു സംഗതിയാണ്. അദ്ദേഹം പാടിയ ചിത്രങ്ങളുടെ പേര് നമുക്ക് ആദ്യം പറയാം. മറവിൽ തെരുവ് സൂക്ഷിക്കുക, ലോട്ടറി ടിക്കറ്റ്, ആഭിജാത്യം, സ്ഥാനാർത്ഥി സാറാമ, ചക്രവാകം, തെക്കൻ കാറ്റ്, സാക്ഷി, കാട്ടുകുരങ്ങ്, ആദ്യ കിരണങ്ങൾ, അമൃതവാഹിനി, ഈ ചിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹം പാടിയത്. ഇവിടെ ലിസ്റ്റ് പൂർണ്ണമാകുന്നില്ല, മുഴുവൻ ലിസ്റ്റ് പറയുക അത്ര പ്രായോഗികവുമല്ല. അതിൽ വളരെ ശ്രദ്ധേയമായ കാരണം ആ കാലഘട്ടത്തെ ജനങ്ങൾ ഈ ഗാനങ്ങൾ മൂളാത്തവരായ ആളുകളില്ല എന്നാണ് പറയേണ്ടത്. പ്രത്യേകിച്ചും 1 രൂപ നോട്ട് കൊടുത്താൽ എന്ന് പറയുന്ന 1 ലക്ഷം കൂടെ പോരും എന്ന് പറയുന്ന ഗാനം, അത് ഇന്നും ലോട്ടറിയുമായി ബന്ധപ്പെട്ട്, ലോട്ടറി ടിക്കറ്റിലെ ഗാനമാണ്, ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം ശ്രദ്ധ പകരുന്ന ഒരു ഗാനമായി നമ്മൾ കാണേണ്ടതുണ്ട്. ആഭിജായത്തിലെ തള്ളു തള്ളു തന്നാസ് വണ്ടി എന്ന് പറയുന്ന ഗാനം, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി സാറാമയിലെ ഓട്ടില്ല എന്ന് പറയുന്ന ഗാനം. സ്ഥാനാർത്ഥി സാറാമയിലെ കഥാപാത്രം ശാസ്ത്രി എന്ന് പറയുന്ന കഥാപാത്രം പാടി അഭിനയിച്ച ഒരു ഗാനമാണത്. അത് മികച്ച കഥാപാത്രമായിട്ടാണ് ശാസ്ത്രി അവിടെ അഭിനയിക്കുന്നത്. ആ പാട്ട് കടുവാപ്പെട്ടി നമ്മുടെ പെട്ടി, കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി, കടുവപ്പെട്ടിക്ക് ഓട്ടില്ല എന്ന് തുടങ്ങുന്ന ഗാനങ്ങളൊക്കെ തന്നെ, നേരത്തെ സൂചിച്ച ഗാനങ്ങളൊക്കെ തന്നെ ആ കാലഘട്ടത്തിന് വിഭ്രമിപ്പിക്കുകയും അത് പാടാത്ത മലയാളികളില്ല എന്ന രീതിയിലേക്ക് അതിനെ സന്നിവേശിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. വളരെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ചലച്ചിത്ര നടൻ എന്ന രീതിയിൽ അദ്ദേഹം ഹാസ്യതാരമായും നായകനായും നിറഞ്ഞാടുമ്പോൾ തന്നെ മികച്ച വില്ലനായി അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി എന്നത് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അമ്പരക്കും എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതിൽ അദ്ദേഹം ക്രൂരനായി നമ്മെ ഞെട്ടിച്ച കുറ്റവാളി, കരിമ്പന, ഇതാ ഒരു മനുഷ്യൻ, ശിഖരങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ അവിടെ ഒരു വില്ലൻ വേഷത്തിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അവിടെ കാണുന്ന അദ്ദേഹത്തിൻ്റെ മികവ്, അദ്ദേഹത്തിൻ്റെ അഭിനയ സാധ്യതകൾ തേടിക്കൊണ്ടുള്ളൊരു യാത്രയായിരിക്കും നമ്മൾ കാണേണ്ടതുണ്ട്. കൊട്ടാരം വിൽക്കാനുണ്ട്, ലങ്കാദഹനം, റെസ്റ്റ് ഹൗസ് എന്നീ ചലച്ചിത്രങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് ഇരട്ട വേഷങ്ങളാണ് നിർവഹിക്കുവാനുണ്ടായത്. ഏത് തലത്തിലും നിറഞ്ഞാടുവാൻ. അഭിനയ വസ്തുതയുടെ കാര്യത്തിൽ പ്രേം നസീർ എന്ന് പറയുന്ന ഇതിഹാസ നായകൻ അവിടെ നിൽക്കുന്നു. ആ ഇതിഹാസ നായകൻ നിൽക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ആ ഇതിഹാസ നായകനെ വെല്ലുവിളിക്കുന്ന ഇതിൽ അഭിനയ മികവുമായി ഒരു മത്സരിച്ചുള്ള അഭിനയത്തിലൂടെ ആരാണ് മേലെ ആരാണ് താഴെ എന്ന രീതിയിൽ ജനങ്ങൾക്ക് നോക്കിക്കാണുവാനുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ട് മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അദ്ദേഹം
വിവാഹിതനായിരുന്നെങ്കിൽ ഇത്രയേറെ സംഭാവനകൾ ഒരുപക്ഷെ സമൂഹത്തിന് നൽകുവാൻ കഴിയുമായിരുന്നു. അദ്ദേഹം വിവാഹിതനായിരുന്നെങ്കിൽ തൻ്റെ ജീവിതം മുഴുവൻ അഭിനയ കലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കലയ്ക്ക് വേണ്ടി അദ്ദേഹം നീക്കി വെച്ചു എന്നത് കൂടി നമ്മൾ കണ്ട് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം ചില കഥാപാത്രങ്ങൾ അഴിമതി നാറാപ്പിള്ള എന്ന് പറയുന്ന ഏപ്രിൽ പാട്ടിലെ കഥാപാത്രം നമ്മെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ലക്ഷപ്രഭുവിലെ പിള്ള, ചട്ടക്കാരിയിലെ എൻജിൻ ഡ്രൈവർ, ഇതെല്ലാം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഒരു 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 ഓളം, ആ കാലത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഓളം നമ്മെ അദ്ദേഹത്തിൻ്റെ മികവിലേക്ക് ആകർഷിക്കുന്നതായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ എത്രമാത്രം ഇപ്രകാരം മികവ് കാട്ടി അദ്ദേഹത്തെ എത്രമാത്രം നമ്മുടെ സമൂഹം ആദരിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത കൊണ്ട് അത്രയേറെ ഒന്നും ആഘോഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ആ കാലഘട്ടത്തിലെ ആളുകളുടെ മനസ്സിൽ ഈ അടൂർ ബാസി സമ്പൂർണ്ണമായി ആഘോഷിക്കപ്പെട്ടവർ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാലഘട്ടത്തിൽ ചലച്ചിത്രത്തെ അതിൻ്റെ പരിച്ഛേദമായി കാണുമ്പോൾ അവിടെ അടൂർ ബാസിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചരിത്രം രചിക്കുക അത് അസാധ്യമായ ഒരു സംഗതിയാണ് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. ഏത് വേഷവും അനായാസമായി കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ മികവ് അദ്ദേഹം വളരെ ശ്രദ്ധേയമായിരുന്നു. അവസാന സിനിമ 1959 ചക്കിക്കൊത്തൊരു ശങ്കരൻ എന്ന് പറയുന്ന ചലച്ചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പ്രേംനസീറിൻ്റെ മരണം അദ്ദേഹത്തെ വലിയ രീതിയിൽ ദുഃഖിപ്പിച്ചു എന്നതുകൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. ഒരുപക്ഷെ പ്രേംനസീറിൻ്റെ മരണമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ മരണത്തിലേക്ക് വേഗം നയിച്ചത് എന്നത് കൂടി പറയേണ്ടത്. 63 വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. വൃക്കസംബന്ധമായ രോഗമായിരുന്നു അദ്ദേഹത്തെ ബാധിച്ചിരുന്നത്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും ആ മരണം അദ്ദേഹത്തെ 63 വയസ്സിൽ തേടിയെത്തുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു സംഗതി ഒരുപക്ഷെ ആ മരണം തന്നെ പ്രേംനസീറിനോടുള്ള ഐക്യദാർഢ്യമായിരുന്നു എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. വലിയ രീതിയിൽ അദ്ദേഹം പ്രേംനസീറിൻ്റെ മരണം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി എന്നാണ് ചരിത്രം പറയുന്നത്. ആ കാലഘട്ടത്തിലെ സുഹൃത്ത് ബന്ധങ്ങൾ ആ രീതിയിലായിരുന്നു. അതും ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും ചലച്ചിത്ര ലോകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട ആംഗലേയ ഭാഷയിൽ അദ്ദേഹത്തിന് മികവ്, പരന്ന വായന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ചലച്ചിത്ര നടന്മാർക്ക് വേണ്ടത്ര ഇല്ലാതെ പോകുന്ന സംഗതിയാണ്. പക്ഷേ ചലച്ചിത്രത്തെക്കുറിച്ചുള്ള ലോകത്തെ മുഴുവൻ വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി വായിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് കൂടി നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ്. കെ പത്മനാഭൻ നായർ എഴുതിയ അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന സഹോദരൻ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പുസ്തകം വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ ബാസിയാണൻ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ അടൂർ ബാസി കൃത്യമായി അനാവരണം ചെയ്ത് കാണാൻ നമുക്ക് കഴിയും എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ചലച്ചിത്ര ലോകത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്ന് ലഭിച്ച സമ്പാദ്യങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപൂർവ നിധികൾ അടൂരിലെ അദ്ദേഹത്തിൻ്റെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അടൂർ പെരിങ്ങനാട്ടുള്ള അടൂർ ബാസി സാംസ്കാരിക നിലയിൽ നമുക്ക് കാണാൻ കഴിയും എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടവർക്കൊക്കെ അവിടെ സന്ദർശിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അടൂർ ബാസി എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കും എന്നത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം അടൂരിലെ തറവാട്ട് വീട്ടിലെത്തിയ ശേഷം അവിടെ വീട്ടുവളപ്പിലാണ് അദ്ദേഹത്തെ സംസ്കരിക്കുകയുണ്ടായത്. മലയാളികൾ വലിയ വിഷമത്തോടെ കണ്ട ഒരു സംഗതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്നത് കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അത്രയേറെ സിനിമയെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. സിനിമാ ലോകത്ത് നിലകൊള്ളുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ മറ്റുള്ളവരുടെ സഹായിയായി മാറുവാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രമം വളരെയേറെയായിരുന്നു. ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് പറയാൻ അല്പം പിടിവാശിയോടെ സംസാരിക്കുക അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് പലപ്പോഴും നോക്കിക്കാണാം. പക്ഷേ അതൊക്കെയാണെങ്കിൽ തന്നെ താൻ തെറ്റുപറ്റിയതാണെന്ന് മനസ്സിലാക്കിയാൽ അതിന് പോയി ക്ഷമ പറയുവാനും അതിനെ മാപ്പാക്കണമെന്ന് ആവശ്യപ്പെടുവാനുമുള്ള ഹൃദയ നൈർമല്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ആ രീതിയിലൊക്കെ തന്നെ അടൂർ ബാസി നമ്മളുടെ കാലഘട്ടത്തെ മറികടന്നുകൊണ്ട് മുന്നേറിയ ഒരു വ്യക്തിത്വമായിരുന്നു. കേവലം നടൻ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു 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 സർവ്വവിജ്ഞാനകോശം എന്ന രീതിയിൽ അത് വിവിധ മേഖലകൾക്കുള്ള അറിവിനെക്കുറിച്ചുള്ള ആ മേഖലയിൽ അതിലൊക്കെ തന്നെ അദ്ദേഹം പ്രോജ്വലിച്ച് നിന്നിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാവട്ടെ, അദ്ദേഹത്തിൻ്റെ സ്മരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ്. ഇപ്രകാരമുള്ള മഹാപ്രതിഭകളുടെ സ്മരണകൾ
നമ്മുടെ മനസ്സിൽ നിലനിൽക്കാൻ എന്ന് തൊട്ട് മടി കാട്ടുന്നുവോ അന്ന് മുഴുവൻ നമ്മൾ പാരമ്പര്യത്തെ മറക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിച്ച് പോകേണ്ടതുണ്ട്. പാരമ്പര്യം നമ്മൾ നിലനിർത്തണം, ചരിത്രം നമ്മൾ നിലനിർത്തണം. നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള നല്ല സ്മൃതികൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. അവിടെയാണ് നാളത്തെ മലയാളിക്ക് സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു മലയാളിയെ നമ്മുടെ സമൂഹത്തിന് നൽകാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്താം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.